പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാർത്ത ചെന്നൈ എഫ്സിയുടെ താരമായിട്ടുള്ള ജോർഡൻ മറയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ഒരു സീസണിൽ ചെന്നൈ എഫ്സിക്ക് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ജോർഡൻ മറൈ. ISL ജോർഡൻ മറൈ കളിച്ച ടീമുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്ത അനുസരിച്ച് ജോർഡൻ മറൈ അടുത്ത സീസണിൽ ചെന്നൈ എഫ്സി ടീമിൽ ഉണ്ടായേക്കില്ല എന്നുള്ളതാണ്. ജോർഡൻ മറൈ ക്ലബ്ബ് വിട്ടേക്കുമെന്ന റൂമറുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിൽ ചെന്നൈ എഫ്സിക്ക് വേണ്ടി 21 മത്സരങ്ങൾ കളിച്ച താരം 5 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത്. അടുത്ത സീസണിൽ എന്തായാലും ജോർഡൻ മറൈക്ക് പകരമായിട്ട് പുതിയൊരു സ്ട്രൈക്കറിനെ ആയിരിക്കും ചെന്നൈ എഫ് സി സ്വന്തമാക്കിയേക്കുക. ഈ ഒരു സീസണിൽ ജോർഡൻ മറൈക്ക് ഒരുപാട് ഗോളുകളൊന്നും അങ്ങനെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും പല മത്സരങ്ങളിലും ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജോർഡൻ മറൈക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത സീസണിൽ ചെന്നൈ എഫ് സി ടീമിനോടൊപ്പം ജോർഡൻ മറൈ ഉണ്ടായേക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിലിപ്പോൾ ഒരുപാട് കോച്ചുകളുടെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോച്ചുകൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന റൂമറുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ISL നിന്ന് ആയിരിക്കില്ല എന്നതാണ്. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് A ലീഗ് ടീമിനെയൊക്കെ പരിശീലിപ്പിച്ചുള്ള ഒരു ജർമ്മൻ കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. അതിനുശേഷം പുറത്തുവന്നിട്ടുണ്ടായിരുന്ന റൂമറായിരുന്നു മാർക്കസ് ബാബൽ എന്ന കോച്ചിനെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്നുള്ളത്. A ലീഗിലെ ടീമായിട്ടുള്ള വെസ്റ്റേൺ സിഡ്നി വാൻഡറേഴ്സ് എന്ന ടീമിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു കോച്ചാണ് ഇദ്ദേഹം. നിലവിൽ 51 വയസ്സാണ് ഈ ഒരു കോച്ചിന്റെ നിലവിലെ പ്രായം. മാത്രമല്ല ഒരുപാട് ടീമുകളെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് മാർക്കസ് ബാബൽ. A ലീഗിലെ ടീമായിട്ടുള്ള വെസ്റ്റേൺ സിഡ്നി വാൻഡറേഴ്സ് എന്ന ടീം ഈ ഒരു കോച്ചിന്റെ കീഴിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഇദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറിൽ ഒരുപാട് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ ഒരു കോച്ചുമായി ബന്ധപ്പെട്ട് റൂമർ വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.